ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഏപ്രിൽ 17. വർഗീയ അജണ്ടയുടെ പ്രകടന പത്രിക. വർഗീയതയും മോദിയുടെ ഊതിപ്പെരുപ്പിച്ച വ്യക്തിപ്രഭാവവുമല്ലാതെ മറ്റൊന്നുമില്ല 10 വർഷം രാജ്യം ഭരിച്ച BJPയുടെ പൊക്കണത്തിലെന്ന് വ്യക്തമാക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള അവരുടെ പ്രകടന പത്രിക. ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയുടെ 370-ാം അനുച്ഛേദത്തിൻ്റെ റദ്ദാക്കൽ, മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കിയ നിയമനിർമ്മാണം, അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം, പൗരത്വ നിയമ ഭേദഗതി, രാജ്യത്തെ വർഗീയമായി വിഭജിക്കാൻ മാത്രം ലക്ഷ്യമിട്ട ഇവയൊക്കെയാണ് രണ്ടാം മോദി സർക്കാരിൻ്റെ നേട്ടങ്ങളായി പ്രകടന പത്രിക കൊട്ടിഘോഷിക്കുന്നത്. അവയുടെ തുടർച്ചയായി ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന വാഗ്ദാനവും. വാഗ്ദാനങ്ങളുടെ പെരുമഴയുണ്ട് പ്രകടന പത്രികയിൽ. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നതല്ലാതെ വിശ്വാസ്യത ലെവലേശം പോലുമില്ല. 10 വർഷം രാജ്യം ഭരിച്ച ഭരണകക്ഷി വീണ്ടും ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി എന്തു ചെയ്തു എന്ന് പറയേണ്ട ബാധ്യതയുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് 10 വർഷം പരീക്ഷണമായിരുന്നു, ഇനിയുള്ളതാണ് യാഥാർത്ഥ്യമെന്നാണ്. അതായത് 10 വർഷത്തെ ഭരണം പൂർണ്ണ പരാജയമായിരുന്നുവെന്ന് മോദിയുടെ പ്രസംഗവും പ്രകടന പത്രികയും സമ്മതിക്കുന്നു. വർഷം തോറും 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും, കർഷകരുടെ ആദായം ഇരട്ടിയാക്കും, വിലക്കയറ്റം തടയും, കള്ളപ്പണം കണ്ടുകെട്ടി ജനങ്ങൾക്ക് നൽകും തുടങ്ങി പഴയ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾക്ക് എന്തു സംഭവിച്ചുവെന്ന് ഇത്തവണത്തെ പ്രകടന പത്രിക പറയുന്നില്ല. പകരം ഇന്ത്യയെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാക്കും തുടങ്ങിയ വീമ്പ് പറച്ചിൽ മാത്രം. ജനങ്ങളെ തമ്മിലടിപ്പിക്കുക എന്നതിലുപരി രാജ്യത്തെ ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഭാവനാപൂർണമായ ആശയങ്ങളോ പദ്ധതികളോ BJPക്ക് തീർത്തും അന്യമാണെന്ന് വ്യക്തമാക്കുന്നതാണ് പ്രകടന പത്രിക. നുണപ്രചാരണവും തെറ്റിദ്ധരിപ്പിക്കലുമെന്ന അവരുടെ പ്രധാന രാഷ്ട്രീയ ആയുധങ്ങൾ ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നു. 10 വർഷത്തെ ഭരണം കൊണ്ട് 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്ന പ്രകടന പത്രികയിലെ പ്രഖ്യാപനം മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ശുദ്ധ നുണയാണെന്ന് സർക്കാർ തന്നെ പുറത്തുവിട്ട കണക്കുകൾ ഉദ്ധരിച്ച് സാമ്പത്തിക വിദഗ്ധർ മുന്നേ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. 2021 മാത്രം 7.5 കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടതെന്ന് കണക്കുകൾ പറയുന്നു. 1990-കൾക്ക് ശേഷം ഈ തലത്തിലുണ്ടായ ഏറ്റവും വലിയ വർധനയാണത്. ലോകത്തെ ദരിദ്രരുടെ 60%മാണത്. രാജ്യത്ത് തൊഴിലില്ലായ്മ അരനൂറ്റാണ്ടിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ്. കോവിഡിന് ശേഷം മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൽ വർധനയുണ്ടായതായി അവകാശപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ വളരുന്നു എന്ന വ്യാജ പ്രചാരണം പ്രകടന പത്രികയിലും ആവർത്തിക്കുന്നു. നിർമ്മാണ മേഖലയിലടക്കം വളർച്ച പിന്നോട്ടടിക്കുമ്പോൾ അതിസമ്പന്നരുടെ എണ്ണവും സാമ്പത്തിക അസമത്വവും വല്ലാതെ വർദ്ധിക്കുകയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പെരുകുകയും ചെയ്യുന്ന രാജ്യത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി പ്രകടന പത്രിക ബോധപൂർവം മറച്ചുവെക്കുന്നു. നിലവിലുള്ള തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമെന്തെന്ന് വ്യക്തമാക്കാതെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് വാഗ്ദാനം നൽകാൻ BJPക്ക് ആത്മവിശ്വാസം നൽകുന്നതും തെറ്റിദ്ധരിപ്പിക്കാനുള്ള കഴിവിലുള്ള അമിത വിശ്വാസം തന്നെ. NDA സർക്കാർ 2 തവണയായി പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികൾക്കൊന്നും തന്നെ ബജറ്റിൽ കാര്യമായ വിഹിതം മാറ്റിവെച്ചിട്ടില്ലെന്ന കണക്കുകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ പ്രകടന പത്രിക ഗ്രാമീണ യുവ അന്നദാത നാരി ന്യൂ മിഡിൽ ക്ലാസ് എന്ന് പേരിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന വാഗ്ദാനങ്ങളുടെ ലക്ഷ്യവും തെറ്റിദ്ധരിപ്പിക്കലല്ലാതെ മറ്റൊന്നുമല്ലെന്ന് കാണാം.